ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ഇന്ന്. 2014 ബികോം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എക്സാമിൻ്റെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യമാണ് ഡിഫൈൻ മാർക്കറ്റിംഗ് എന്നുള്ളത്. മാർക്കറ്റിങ്ങിനെ നിർവചിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതിന് ഉത്തരം എഴുതുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു വെച്ച ഏതൊരു നിർവചനവും ഡെഫിനീഷനും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. മാർക്കറ്റിങ്ങിന് ഒരുപാട് ഓതേഴ്സ്, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഡെഫിനീഷൻസ്, നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡെഫിനീഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നു, മാർക്കറ്റിംഗ് ഈസ് ദ ആക്ടിവിറ്റി സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡെലിവറിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഓഫറിങ്സ് ദാറ്റ് ഹാവ് വാല്യൂ ഫോർ കസ്റ്റമേഴ്സ്, ക്ലയൻസ്, പാർട്ട്നേഴ്സ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ്. ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനീഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുവാൻ സാധിക്കുന്ന ഒരു ഡെഫിനീഷൻ പഠിച്ചു വെക്കുക. എന്നിട്ട് അത് എക്സാമിന് എഴുതി വെക്കുക. ഇന്ന ഡെഫിനീഷൻ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ പഠിച്ച ഏത് ഡെഫിനീഷൻ ആയാലും മതി. സോ ഡിഫൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങിനെ നിർവചിക്കണം, അല്ലാതെ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് അല്ല എഴുതി വെക്കേണ്ടത്. മീനിങ് എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഡിഫൈൻ ചെയ്യുമ്പോൾ ആരാണോ പറഞ്ഞത് അയാളുടെ പേരോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നാൽ എന്താണ്? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നാൽ എന്താണ് എന്നുള്ള ചോദ്യം വരും. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആയി വരുന്ന ചോദ്യമാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ദ research that determines how your organization divides its customers or cohort into small groups based on characteristics such as age, income, personality traits or behavior. These segments can later be used to optimize products and advertising to different customers. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നാൽ എന്താണ് എന്ന ചോദ്യം വരും. ആ സമയത്ത് മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്താണ് അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ് എന്ന് നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിവൈഡിങ് ദി എൻറ്റയർ മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, അല്ലേ? ഡിവൈഡിങ് ദി എൻറ്റയർ കസ്റ്റമേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സ്മോൾ ഗ്രൂപ്പ്. അത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും മാർക്കറ്റ് സെഗ്മെൻറ്റേഷന്. മൊത്തം കമ്പോളത്തെ, മൊത്തം മാർക്കറ്റിനെ, മൊത്തം കസ്റ്റമേഴ്സിനെ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതാണ്. ഓൺ ദ ബേസ് ഓഫ് ഇൻകം, ഏജ്, പേഴ്സണാലിറ്റി, സെക്സ് എക്സെട്ര. അപ്പോൾ ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് ദ പ്രോസസ്സ്. ഒരു പ്രക്രിയയാണ്, പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യമാണ് ഡിഫൈൻ കൺസ്യൂമർ ബിഹേവിയർ. ഒരു ഉപഭോക്താവിൻ്റെ ബിഹേവിയർ, പെരുമാറ്റത്തെക്കുറിച്ച്, അല്ലെ, ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഡെഫിനീഷൻ കൊടുത്തിരിക്കുന്നു. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ ആക്ഷൻസ് ആൻഡ് ദ ഡിസിഷൻ പ്രോസസ്സസ് ഓഫ് പീപ്പിൾ ഹു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പേഴ്സണൽ കൺസംഷൻ. കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻ പ്രോസസ് ഓഫ് പീപ്പിൾ ഹു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പേഴ്സണൽ കൺസംഷൻ. ഒരു പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അയാളുടെ ആ വാങ്ങുന്ന ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ എന്ത് പറയാം, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയാം, അല്ലേ? കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. കൺസ്യൂമർ ഈസ് ദ പേഴ്സൺ ഹു പർച്ചേസ് ദി പ്രോഡക്റ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഹിസ് ഓൺ കൺസംഷൻ. ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ തന്നെ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് കൺസ്യൂമറായിട്ട് നമുക്ക് പരിഗണിക്കാം. ബട്ട് ഇൻ ദി കേസ് ഓഫ് കസ്റ്റമർ ബൈയിങ് എ പ്രോഡക്റ്റ് ഫോർ ഹിസ് പർപ്പസ് ഓർ എനി അതർ വൺസ് പർപ്പസ്. ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തം പർപ്പസിന് വേണ്ടിയിട്ടോ ആയിരിക്കും എന്ത് ചെയ്യുക, കസ്റ്റമർ വാങ്ങുക. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അയാൾ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അത് കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്.
സോ കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് ഹൗ ദേ ബിഹേവ് വൈൽ ഡിസൈഡിങ് ടു ബൈ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബയർ എങ്ങനെയാണ് അതിനോട് ബിഹേവ് ചെയ്യുന്നത്, ആ ബൈയിങ് പ്രോസസ്സിനോട് ബിഹേവ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്, പഠനമാണ് കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് അർത്ഥമാക്കുന്നത്. സോ ഏറ്റവും സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ സാധിക്കുന്ന ഒരു ഡെഫിനീഷൻ എന്ത് ചെയ്യുക, കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. എന്നാൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് എഴുതി വെക്കുവാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓർ PLC. ക്വസ്റ്റ്യൻ പേപ്പറിൽ PLC ക്യാപിറ്റൽ ലെറ്ററിൽ PLC എന്നും ചോദിക്കാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നും ചോദിക്കാം. വാട്ട് ഈസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നാൽ എന്താണ് എന്നുള്ളത് ഉൽപ്പന്ന ജീവ ചക്രം എന്നൊക്കെ മലയാളത്തിൽ പറയും. ദ ടേം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ refers to the length of a time of a product is introduced to a consumers into the market until it's removed from the shelves. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ലൈക്ക് ദ ഹ്യൂമൻ ബീയിങ്സ് ദ പ്രൊഡക്റ്റ് ഓൾസോ ഹാവ് ദി ലൈഫ് സൈക്കിൾ ഫോളോയിങ് ദി ഡിഫറെൻറ്റ് സ്റ്റേജസ്. അല്ലേ, മനുഷ്യരെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജീവചക്രമുണ്ട്. അല്ലേ, ഒരു പ്രോഡക്റ്റിൻ്റെ ജനനം മുതൽ അതിൻ്റെ മരണം വരെ, അല്ലേ, വല്ല ബോൺ ടു ഡെത്ത്. ഒരു മനുഷ്യന് ജനനമുണ്ടെങ്കിൽ അയാൾക്കൊരു മരണമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ്, ഒരു പ്രോഡക്റ്റിനും എന്തുണ്ട്, ജനനമുണ്ട്, അതിനും മരണമുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുള്ളത്. ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 4 സ്റ്റേജസ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിലെ സ്റ്റേജസ് ചോദ്യം വരാൻ വളരെയധികം സാധ്യതയുണ്ട്. 4 സ്റ്റേജസ്, 4 ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, അല്ലേ, ബോൺ എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് ജനിക്കുന്നു, അതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. രണ്ടാമത്തേതാണ് ഗ്രോത്ത് സ്റ്റേജ്. മൂന്നാമത്തേതാണ് മെച്യൂരിറ്റി സ്റ്റേജ്. നാലാമത്തേതാണ് എന്ത്, ഡിക്ലൈൻ സ്റ്റേജ് എന്നുള്ളത്. ശ്രദ്ധിക്കുക, ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലും ഗ്രോത്ത് സ്റ്റേജിലും മെച്യൂരിറ്റി സ്റ്റേജിലും ഡിക്ലൈൻ സ്റ്റേജിലും ഒക്കെ എന്താണ്, ഒരു കമ്പനി എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതായത് പ്രൈസിങ് ഡിസിഷനും പ്രൊമോഷൻ ഡിസിഷനും ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷനും ഒക്കെ എന്ത് ചെയ്തിരിക്കും, ഓരോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഘട്ടത്തിലും വ്യത്യസ്തമായിരിക്കും. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെയും സെയിൽസിലും ഒക്കെ വ്യത്യാസമുണ്ടാവും. സോ അത് നല്ലവണ്ണം പഠിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ എസ്സേക്കൊക്കെ ചോദിക്കാവുന്ന ഭാഗമാണ്. ഓരോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലും എങ്ങനെയാണ് പ്രൊമോഷൻ സ്ട്രാറ്റജി, പ്രൈസിങ് സ്ട്രാറ്റജി ഒക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ലേബലിംഗ്. ലേബലിങ്ങിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത്. ലേബലിംഗ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത്, ലേബലിംഗ് എന്നുള്ളത്. അറിയാമല്ലോ, ലേബലിംഗ് ഈസ് എ പാർട്ട് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് പാക്കേജിങ്. അല്ലേ, ഒരു പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട്, പാക്കേജുമായി ബന്ധപ്പെട്ട്, ഒരു പ്രോഡക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇത് ലേബലിംഗ് എന്നുള്ളത്. ലേബലിംഗ് ഈസ് എ പാർട്ട് ഓഫ് ബ്രാൻഡിങ്. ലേബലിംഗ് എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അല്ലേ, ബ്രാൻഡിങ് എന്ന് വെച്ചാൽ എന്താണ്, ഗിവിങ് എ ഐഡൻറ്റിറ്റി, ഗിവിങ് എ നെയിം ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് എന്ത് ചെയ്യുന്നു, ഒരു നെയിം ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടില്ലേ. ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, ലൈക്ക് നെയിമിങ് എ ബേബി. നമ്മളൊരു കുട്ടിക്ക് പേരിടുന്നത് പോലെ എന്ത് ചെയ്യണം, ഒരു പ്രോഡക്റ്റിന് എന്ത് ചെയ്യണം, നമ്മൾ പേരിടേണ്ടതുണ്ട്. അല്ലേ, ടു ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരുടെ ഇടയിൽ എന്ത് ചെയ്യുക, പ്രോഡക്റ്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ പ്രോഡക്റ്റിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്രോഡക്റ്റിന് ഒരു പേര് ഇടേണ്ടതായിട്ടുണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ബ്രാൻഡിങ്. സോ ലേബലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ പാർട്ട് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ എനാബിൾസ് ദ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു പ്രോഡക്റ്റിനെ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇറ്റ്സ് എ പ്രിൻറ്റഡ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് ബോണ്ടഡ് ടു ദ പ്രൊഡക്റ്റ് for recognition and provides detailed information about the product. ഒരു പ്രൊഡക്റ്റുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻറ്റഡ് ഇൻഫോർമേഷനാണ് ഇത് ലേബലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൽ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നുണ്ട് എങ്കിൽ അതാണെന്ത് ലേബലിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പ്രിൻറ്റഡ് ഫോമാറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതുമേലുണ്ടാവില്ലേ
ടെക്സ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്ത് തരം പ്രൊഡക്റ്റാണ്, കമ്പനിയുടെ പേര്, ബ്രാൻഡ് പേര്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ലേ. എന്നാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത്, എക്സ്പയറി ഡേറ്റ് എന്താണ്, ഇതൊക്കെ ഈ ലേബലിലാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലേബലിംഗ് എന്നുള്ളത്. അടുത്തതാണ് ഡിഫൈൻ അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് ഈസ് എ പ്രൊമോഷണൽ ടൂൾ. എല്ലാവർക്കും അറിയാം, ഒരു പ്രൊമോഷണൽ ടൂളാണ്. ഒരു വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇത് അഡ്വർടൈസിങ് എന്നുള്ളത്. അഡ്വർടൈസിങ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ മിക്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോഷൻ മിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇത് അഡ്വർടൈസിങ് എന്നുള്ളത്. ലൈക്ക് പബ്ലിക് റിലേഷൻ, പബ്ലിസിറ്റി, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് പോലെയുള്ള ഒരു പ്രൊമോഷണൽ ടൂളാണ് ഇത് അഡ്വർടൈസിങ് എന്നുള്ളത്. ഒരു മാസ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ ടൂളാണ് അഡ്വർടൈസിങ് എന്നുള്ളത്. Advertising is a means of communication with the users of a product or service. Advertising are messages paid for by those who send them and are intended to inform or influence the people who receive them. ഒരു പെയ്ഡ് ഫോമാറ്റിലുള്ള ഒരു പ്രൊമോഷണൽ ടൂളാണ് അഡ്വർടൈസിങ് എന്നുള്ളത്. ഒരു ഐഡൻറ്റിഫൈഡ് സ്പോൺസറാണ് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസിങ് പുറത്തിറക്കുന്നത്. അഡ്വർടൈസർ എന്ന് വിളിക്കും. അഡ്വർടൈസർ എന്ത് ചെയ്യുന്നു, അഡ്വർടൈസറുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് എ പ്രൊമോഷണൽ ടൂൾ ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ മിക്സ് ഓഫ് എ കമ്പനി. അടുത്തതാണ് വാട്ട് ഈസ് മെൻ ബൈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നാൽ എന്താണ്? റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഈസ് എ ഫെസറ്റ് of customer relationship marketing that focuses on customer loyalty and long-term customer engagement. എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, ലോങ് ടേമിൽ ദീർഘകാലത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന്, കസ്റ്റമർ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് മെയിൽ ഓർഡർ ബിസിനസ്. മെയിൽ ഓർഡർ ബിസിനസ് എന്നാൽ എന്താണ്? മെയിൽ ഓർഡർ ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മെയിൽ ഓർഡർ ബിസിനസ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെയിൽ മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് മെർച്ചൻഡൈസിംഗ് ഇൻ വിച്ച് ദ സെല്ലേഴ്സ് ഓഫർ ഈസ് മെയ്ഡ് ത്രൂ mass mailing of a circular or a catalog or through an advertisement placed in a newspaper or magazine and in which the buyers place by order by mail. മെയിൽ ഓർഡർ ബിസിനസ്സിൽ പറയുന്നത് എന്താണ്, ഒരു മാർക്കറ്റർ എന്ത് ചെയ്യുന്നു, അയാളുടെ പ്രൊഡക്റ്റുകളെ ഓഫർ ചെയ്യുന്നു. ഒരു മാസ് മെയിലിങ്ങിലൂടെ, കത്തയക്കുന്നതിലൂടെ, ഒരുപാട് ആളുകൾക്ക് കത്തയക്കുന്നതിലൂടെ, ഒരു സർക്കുലറോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റലോഗോ ഒരു ബ്രോഷറോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിലൂടെ കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, അയാൾ മാസ് മെയിലിംഗ് നടത്തുന്നു. ന്യൂസ് പേപ്പറിൽ നമ്മൾ കൊടുക്കാറില്ല, പ്ലേസ്ഡ് ഇല്ലേ, നമ്മൾ രാവിലെ പത്രം എടുക്കുന്ന സമയത്ത് പത്രത്തിൻ്റെ കൂടെ എന്തുണ്ടാവാറുണ്ട്, ചില നോട്ടീസുകൾ, ചില ബ്രോഷറുകൾ, ചില കാറ്റലോഗുകൾ ഉണ്ടാവാറില്ലേ, അത് തന്നെയാണിത്. സോ അത്തരത്തിൽ എന്ത് ചെയ്യുക, ബയേഴ്സ് എന്ത് ചെയ്യുക, അവർക്ക് മെയിൽ വഴി എന്ത് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് മെയിൽ ഓർഡർ ബിസിനസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡ് ലോയൽറ്റി എന്നാൽ എന്താണ്? ബ്രാൻഡ് ലോയൽറ്റി ഈസ് ദ പോസിറ്റീവ് അസോസിയേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ടു അറ്റാച്ച് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ എ ബ്രാൻഡ്. ഒരു പ്രത്യേക പ്രൊഡക്റ്റിനോടോ ഒരു പ്രത്യേക ബ്രാൻഡിനോടോ കസ്റ്റമേഴ്സിനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു അടുത്ത ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, ബ്രാൻഡ് ലോയൽറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കസ്റ്റമേഴ്സ് ഹു എക്സിബിറ്റ് ബ്രാൻഡ് ലോയൽറ്റി ആർ ഡിവോട്ടഡ് ടു എ പ്രൊഡക്റ്റ് ഓർ സർവീസ് which is demonstrated by their repeat purchase despite competitors' effort to lure them away. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കസ്റ്റമർ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്, അയാളുടെ ബ്രാൻഡ് ലോയൽറ്റിയെ, ഒരു ബ്രാൻഡിനോടുള്ള പ്രത്യേക മമതയെ, ഒരു ബ്രാൻഡിനോടുള്ള പ്രത്യേക ഇഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതാണ് ബ്രാൻഡ് ലോയൽറ്റി എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. അടുത്തതാണ് ഡിസ്കസ് ദ നാച്ചർ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ സ്വഭാവം എന്താണ്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവാനുള്ള ഒരു ചോദ്യം വരും. മാർക്കറ്റിംഗ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഈസ് എ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ഈസ് ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. മാർക്കറ്റിംഗ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. മാർക്കറ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്.
Marketing is an interrelated process. Marketing involves continuous planning, implementation, and control. Marketing identifies the customer's needs and wants. Marketing produces the better quality products. Marketing offers different incentives to the customers. ഇങ്ങനെയുള്ള ഒരുപാട് നാച്ചറാണ് മാർക്കറ്റിങ്ങിനുള്ളത്, ഒരുപാട് പ്രത്യേകതകളാണ്, സ്വഭാവങ്ങളാണ് ഉള്ളത്. ഇതാണ് എഴുതി വെക്കേണ്ടത്. അടുത്തതാണ്, വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്, ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതിൽ പറയുന്നു, ഹൈ റേറ്റ് ഓഫ് സക്സസ്, ഇൻക്രീസസ് ദ പ്രോഫിറ്റബിലിറ്റി, ഇൻക്രീസസ് കോമ്പറ്റീറ്റീവ്നെസ്, know your customer better, retention of customer, provides marketing opportunities, effective market campaigning, wise and efficient use of resources, higher customer satisfaction, cost efficient, higher rate of success. ഇവയൊക്കെയാണെന്ത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ കസ്റ്റമർ ബൈയിങ് പ്രോസസ് ഓർ കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്. ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ബയർ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സുകൾ, പ്രക്രിയകൾ ഏതെല്ലാമാണ് എന്ന് ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു എസ്സേയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതാണ്. നീഡ് റെക്കഗ്നിഷൻ ഓർ പ്രോബ്ലം റെക്കഗ്നിഷൻ ഈസ് എ ഫസ്റ്റ് സ്റ്റേജ്, ഇൻഫോർമേഷൻ സെർച്ച് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഈസ് എ തേർഡ് സ്റ്റേജ്, purchase decision is a fourth stage, fifth stage is post purchase evaluation. ഈ ഘട്ടങ്ങളിലൂടെയാണ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് മൂവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ പ്രോഡക്റ്റ് മിക്സ് വേരിയബിൾസ്. പ്രോഡക്റ്റ് മിക്സിലുള്ള വേരിയബിൾസ് എന്തെല്ലാമാണ്? പ്രോഡക്റ്റ് ലൈന് അല്ലേ, നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ലൈൻ അല്ലേ, ഒരു പ്രോഡക്റ്റ് ലൈൻ ഉണ്ടാവും അല്ലേ, ഒരു പ്രോഡക്റ്റ് മിക്സ് ഉണ്ടാവും അല്ലേ, അതിൽ തന്നെ ഈ വിഡ്ത്ത്, ലെങ്ത്ത്, ഡെപ്ത്ത്, കൺസിസ്റ്റൻസി പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. പ്രോഡക്റ്റ് മിക്സ് എന്ന് വെച്ചാൽ എന്താ? ഓൾ ദ പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കൂടി ചേർന്നാണ് പ്രോഡക്റ്റ് മിക്സ്. പ്രോഡക്റ്റ് ലൈൻ എന്ന് വെച്ചാലോ സിമിലർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസിങ് എ കമ്പനി. ഒരുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക പ്രൊഡക്റ്റ് ലൈനായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത്, ലെങ്ത്ത്, ഡെപ്ത്ത്, കൺസിസ്റ്റൻസി ഇങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അടുത്തതാണ് ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്ന്, പ്രൊഡക്റ്റിനനുസരിച്ച് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. മാർക്കറ്റിനനുസരിച്ച് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരും. മാർക്കറ്റ് സൈസൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, മാർക്കറ്റിൻ്റെ സ്വഭാവവും. അതുപോലെ മിഡിൽ മാൻ, ഇടനിലക്കാരായിട്ടുള്ള ആളുകളുടെ ഇതിനനുസരിച്ച് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരും. കമ്പനിക്കനുസരിച്ച്, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിനനുസരിച്ച്, കോമ്പറ്റീറ്റേഴ്സിനനുസരിച്ച്, കസ്റ്റമർ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച്, ചാനൽ കോമ്പൻസേഷൻ അനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും വരും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് പ്രൈസിങ് മെത്തേഡ് ഫോർ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള പ്രൈസിങ് പോളിസിയാണ്, പ്രൈസിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടെണ്ണമാണ്. ഒന്ന് സ്കിമ്മിങ് പ്രൈസിങ് പോളിസിയാണ്, മറ്റൊന്ന് പെനട്രേഷൻ പ്രൈസിങ് പോളിസിയാണ്. സ്കിമ്മിങ് പ്രൈസിങ് പോളിസി എയിംസ് അറ്റ് ഹൈ പ്രൈസ് ആൻഡ് ഹൈ പ്രോഫിറ്റ് അറ്റ് ദി ഏർലി സ്റ്റേജ്. ഒരു പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നു, കൂടിയ വില തുടക്കത്തിൽ ഈടാക്കുന്ന രീതിയാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്നുള്ളത്. മൊബൈൽ ഫോണുകൾ, കാറുകളൊക്കെ എക്സാമ്പിളാണ്. പെനട്രേഷൻ പ്രൈസിങ് പോളിസി എന്ന് വെച്ചാൽ എന്താണ്? ചാർജിങ് ലോ പ്രൈസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ വില ഈടാക്കുകയും പിന്നീട് ആ വില എന്ത് ചെയ്യും, കൂട്ടി കൊണ്ടുവരുന്ന രീതിയുമാണ് പെനട്രേഷൻ പ്രൈസിങ് എന്നുള്ളത്. സോ പ്രൈസിങ് മെത്തേഡ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇവ രണ്ടെണ്ണമാണ്. അടുത്ത ചോദ്യമാണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? നമുക്കറിയാം റീറ്റെയിൽ സ്റ്റോറ് അല്ലേ, റീറ്റെയിൽ ഷോപ്പുകളുടെ ടൈപ്പ് അല്ലേ, റീറ്റെയിൽ ഹോൾസെയിൽ ഷോപ്പുകളുടെ ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ റീറ്റെയിൽ ഷോപ്പുകളുടെ ഒരുപാട് ക്ലാസിഫിക്കേഷനിൽ പെട്ട ഒന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്നുള്ളത് അല്ലേ. ഇവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളതാണ്. എക്കണോമീസ് ഓഫ് ബൾക്ക് പർച്ചേസ്,
കൂടുതൽ മാസ്സായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്, പ്രൊവൈഡിങ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്, വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, കൺവീനിയൻസ് ഓഫ് ചോയ്സ്, എക്കണോമി ഇൻ അഡ്വർടൈസിങ്, സെൻട്രലി ലൊക്കേറ്റഡ്, പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്, എംപ്ലോയിങ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലെസ്സർ സെല്ലിംഗ് കോസ്റ്റ്. ഇവയൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്തതാണ് ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇതൊരു എസ്സേക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഡിഫറൻറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, വ്യത്യസ്ത മാർക്കറ്റിംഗ് ആശയങ്ങൾ. പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളെ തരംതിരിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇതിൻ്റെയൊക്കെ ഓരോ കൺസെപ്റ്റിൻ്റെ കീഴിലും എന്തുണ്ട്, സബ് ക്ലാസിഫിക്കേഷൻസും വരുന്നുണ്ട്. സോ എന്ത് ചെയ്യണം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ കൺസെപ്റ്റിലും വരുന്ന സബ് കൺസെപ്റ്റുകളെക്കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്, വ്യക്തമായിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. സോ ഇത് എസ്സേക്ക് വരുന്ന ചോദ്യമാണ്. എസ്സേക്ക് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ചോദ്യമാണിത്. സോ ഈ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യമാണ് ഡിസ്കസ് ഡിഫറൻറ്റ് പ്രൈസിംഗ് പോളിസി. വ്യത്യസ്തമായിട്ടുള്ള പ്രൈസിംഗ് പോളിസി അല്ലെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്, പെനട്രേഷൻ പ്രൈസിംഗ്, സ്കിമ്മിംഗ് പ്രൈസിംഗ്, കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ്, പ്രൊമോഷണൽ പ്രൈസിംഗ്, ലോസ് ലീഡർ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള പ്രൈസിംഗ് പോളിസീസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്, എഴുതി വെക്കേണ്ടതുണ്ട്. ഇത് ഒരുപാട് എണ്ണമുണ്ട്, വളരെ കുറച്ചെണ്ണം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പ്രൈസിംഗ് പോളിസീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇവയെക്കുറിച്ചെല്ലാം എന്ത് ചെയ്യണം, എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് എസ്സേക്കാണ് സാധാരണ വരാറുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസികൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസികൾ ഏതെല്ലാമാണ് എന്നിങ്ങനെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതാണ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്നുള്ളത്. റീറ്റെയിലേഴ്സിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു റീറ്റെയിലർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുക. ഫസ്റ്റ് വൺ, ബൈയിങ് ആൻഡ് അസംബ്ലിങ്. എന്ത് ചെയ്യുന്നു, റീറ്റെയിലറുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇത് ബൈയിങ് ആൻഡ് അസംബ്ലിങ് എന്നുള്ളത്. ഉൽപ്പന്നങ്ങളെ വാങ്ങുകയും അതിനെ അസംബിൾ ചെയ്യുക അല്ലേ, ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ, വെയർ ഹൗസിങ് ഓർ സ്റ്റോറിങ്. ഉൽപ്പന്നങ്ങളെ മൊത്തം ഒരുമിച്ച് വിൽപ്പന നടത്തില്ല, അപ്പം എന്ത് ചെയ്യും, ഉൽപ്പന്നത്തെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം, സംഭരിച്ച് വെക്കണം, സംഭരണശാലകളിൽ വെക്കേണ്ടതുണ്ടാവും, ആ കാര്യം ചെയ്യുന്നു. സെല്ലിങ്, ഉൽപ്പന്നങ്ങളെ വിൽപ്പന നടത്തുക എന്നുള്ളത് റീറ്റെയിലറുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റി, പ്രൊവൈഡിങ് ദി പ്രൊഡക്റ്റ് അറ്റ് ക്രെഡിറ്റ്, കടത്തിന് എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കൊടുക്കുന്നു. റിസ്ക് ബെയറിങ്, എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ റിസ്ക്കും ഏറ്റെടുക്കുന്നുണ്ട് റീറ്റെയിലേഴ്സ്. അതുപോലെ ഗ്രേഡിംഗ് ആൻഡ് പാക്കിംഗ്, പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡുകളായി ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിന് വ്യത്യസ്ത പാക്കുകളാക്കി ചെയ്യുന്നു, പാക്കേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. കളക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് മാർക്കറ്റ് ഇൻഫോർമേഷൻ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, മറ്റ് ഇൻ്റർമീഡിയറീസിനും കമ്പനിക്കും എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഹെൽപ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്, പുതിയ ഒരു ഉൽപ്പന്നത്തെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസാണ് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നത്. ചില്ലറ വിൽപ്പനക്കാർ ചെയ്യുന്ന ധർമ്മങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഒരു കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവയെല്ലാം സാധാരണ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. സോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.